കോഴിക്കോട് താമരശ്ശേരിയിൽ 9 വയസ്സുകാരി അനയ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചു എന്നാണ് ലോകമറിഞ്ഞതെങ്കിൽ ഇന്നലെ പുറത്തുവന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിനെ തിരുത്തിക്കുറിക്കുന്നതായിരുന്നു. ആരോഗ്യവകുപ്പിന്റെ പ്രാഥമിക നിഗമനം ഒക്കെ തിരുത്തിക്കുറിച്ചുകൊണ്ട് ഇൻഫ്ലുവൻസ എ മൂലമാണ് മരണം സംഭവിച്ചത് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത്. ഇതോടെ KSU നേതാക്കളുടെ പ്രതിഷേധ മാർച്ച് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ പരിസരങ്ങളിൽ കൊടുമ്പിരി കൊണ്ടതായിട്ടാണ് നാം കണ്ടത്. കേരളത്തിന്റെ ആരോഗ്യരംഗത്തിന്റെ അധപതനത്തിനെതിരെയാണ് KSUവിന്റെ ഈ പ്രതിഷേധം. മതിയായ ചികിത്സ കിട്ടാത്തത് കൊണ്ടാണ് തന്റെ മകൾ മരിച്ചത് എന്ന് ആരോപിച്ച് അനയുടെ പിതാവ് ഡോക്ടറെ കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ വീഴ്ചകൾ അത്രയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത്. അധികാരികൾ പ്രതികരിക്കാത്ത പക്ഷം ജനങ്ങൾ നിയമങ്ങൾ കയ്യിലെടുക്കുന്ന അവസ്ഥ സംജാതമായിരിക്കുന്നു. മുൻപും സമാനമായ പരാതികളുമായി രോഗികളുടെ ബന്ധുക്കൾ രംഗത്ത് വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ പലതും പറഞ്ഞ് ഒഴിഞ്ഞു മാറിയവർക്ക് ഈ വിഷയത്തെ നിസ്സാരവൽക്കരിക്കാൻ സാധിക്കില്ല. വയറ്റിൽ കത്രികയും പഞ്ഞിയും ഒക്കെ മറന്നുവെക്കുന്ന ആതുര സേവകരാണ് ഇന്നത്തെ നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിൽ തൊഴിലെടുക്കുന്നത്. എല്ലാം അവർക്ക് തോന്നിയ പോലെയാണ് നടക്കുന്നത്. കൂടുതൽ സമയം പണമുണ്ടാക്കാൻ സ്വവസതികളിലെ തന്നെ ക്ലിനിക്കുകളാക്കുന്ന ഇക്കൂട്ടർ ആശുപത്രിയിൽ ചെലവഴിക്കുന്നത് ചുരുങ്ങിയ സമയം മാത്രമാണ്. ആശുപത്രികളിൽ വരുന്ന രോഗികൾക്ക് വേണ്ട ശസ്ത്രക്രിയ ഉപകരണങ്ങളോ ലഭ്യമാക്കാനോ മരുന്നുകൾ നൽകുവാനോ പോലുമുള്ള കെൽപ്പ് ഗവൺമെന്റ് ആശുപത്രികൾക്ക് നഷ്ടമായിരിക്കുന്നു. അതുകൊണ്ട് വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച ഡോക്ടർ ഹാരിസ് ഉൾപ്പെടെയുള്ളവരെ സർക്കാർ പലതരത്തിൽ വേട്ടയാടുന്നവരിലേക്ക് നയിച്ചതിന് പിന്നിലെ കാരണവും ഇതുതന്നെയാണ്. ഇതുവരെ കുട്ടിയുടെ മരണത്തിൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനാകുമേ എത്രമാത്രം ലാഘവത്തോടെയാണ് അവർ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്ന്. ബാക്കിയുള്ള കാര്യങ്ങളിൽ പലവിധ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന മുഖ്യനും 9 വയസ്സുകാരുടെ ദാരുണ മരണത്തിൽ മിണ്ടാട്ടം മുട്ടിയിരിക്കുകയാണ്. സർക്കാർ ഡോക്ടർമാരുടെ അനാവസ്ഥയിൽ തന്നെയാണ് ആ കുഞ്ഞിന് തന്റെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയും തലപ്പത്ത് നിയോഗിക്കപ്പെട്ടിരിക്കുന്നവരും മറുപടി നൽകാത്ത പക്ഷം കനത്ത പ്രതിഷേധങ്ങളുമായിട്ടായിരിക്കും ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കുക എന്നത് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്.